പഞ്ചവത്സര പദ്ധതികൾ. ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കൊണ്ടുവന്നത് ജോസഫ് സ്റ്റാലിനാണ്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികളെയാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് അറിയപ്പെടുന്നത്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതായിരുന്നു പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം. പഞ്ചവത്സര പദ്ധതികളുടെ 4 ലക്ഷ്യങ്ങൾ: 1. സാമ്പത്തിക വളർച്ച, 2. സമത്വം, 3. ആധുനികവൽക്കരണം, 4. സ്വാശ്രയം. ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 ഏപ്രിൽ 1 മുതൽ 1956 വരെ. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നിവയ്ക്കാണ്. പ്രധാനമായും കൃഷിക്ക് ഊന്നൽ നൽകിയതുകൊണ്ട് ഇതിനെ കാർഷിക പദ്ധതി എന്നും പറയുന്നു. ഹരോൾഡ് ഡോമർ പദ്ധതി എന്നും ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നു. സിന്ധു നദീജല കരാർ. ഇന്ത്യയിലെ സിന്ധു നദീതടത്തിലെ നദികളിലെ ജലത്തിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് ഇന്ത്യ സർക്കാരും പാകിസ്ഥാൻ സർക്കാരും തമ്മിലുള്ള ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. സിന്ധു നദിയിലെയും അതിൻ്റെ പോഷക നദികളിലെയും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. ഈ കരാറാണ് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചത്. ലോകബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ 1960 സെപ്റ്റംബർ 19 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയ്യൂബ് ഖാനും കറാച്ചിയിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചിരുന്നത്. ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളായ ബയസ്, രവി, സത്ലജ് എന്നിവയുടെ ജലത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിച്ചു. അതേസമയം ഏകദേശം 99 മില്യൺ ക്യൂബിക് മീറ്റർ ശരാശരി വാർഷിക ഒഴുക്കുള്ള പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചെനാബ്, ഝലം എന്നിവയുടെ ജലത്തിൻ്റെ നിയന്ത്രണം പാകിസ്ഥാനാണ് നൽകിയിരുന്നത്. സിന്ധു നദീജല സംവിധാനത്തിലൂടെ ഒഴുകുന്ന മൊത്തം ജലത്തിൻ്റെ ഏകദേശം 20% ഇന്ത്യക്കും 80% പാകിസ്ഥാനുമാണ് ഈ ഉടമ്പടിയിലൂടെ ലഭിച്ചിരുന്നത്. ഈ ഉടമ്പടിയാണ് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചത്. കെ. കസ്തൂരിരംഗൻ അന്തരിച്ചു. കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ 1940 ഒക്ടോബർ 20 എറണാകുളം ജില്ലയിൽ ജനിച്ചു. ISROയുടെ ചെയർമാനാകുന്ന രണ്ടാമത്തെ മലയാളിയാണ് കസ്തൂരിരംഗൻ. പുതുതലമുറ ബഹിരാകാശ പേടകങ്ങളായ ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് അഥവാ ഇൻസാറ്റ് 2, ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റുകൾ എന്നിവയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ പരീക്ഷണാത്മക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഭാസ്കര 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു കസ്തൂരിരംഗൻ. കസ്തൂരിരംഗൻ വഹിച്ച സ്ഥാനങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. 1990 മുതൽ 1994 മാർച്ച് വരെ ബാംഗ്ലൂരിലെ ISRO സാറ്റലൈറ്റ് സെൻറ്റർ ഡയറക്ടറായി പ്രവർത്തിച്ചു. 1994 ഏപ്രിൽ മുതൽ 2003 ഓഗസ്റ്റ് 27 വരെ ബഹിരാകാശ കമ്മീഷൻ ചെയർമാൻ, സെക്രട്ടറി എന്നിങ്ങനെ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ബഹിരാകാശ വകുപ്പിൽ പ്രവർത്തിച്ചു. 2003 ഓഗസ്റ്റ് 27 മുതൽ പാർലമെൻറ്റ് അംഗം ആയി പ്രവർത്തിച്ചു. 2004 ഏപ്രിൽ മുതൽ ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൻ്റെ ഡയറക്ടറായും കസ്തൂരിരംഗൻ പ്രവർത്തിച്ചു. വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ട്, പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ട് ഈ 2 കമ്മീഷൻ്റെയും ചെയർമാനായിരുന്നു. 2025 ഏപ്രിൽ 25 അദ്ദേഹം അന്തരിച്ചു. കൃഷ്ണസ്വാമി കസ്തൂരിരംഗന് ലഭിച്ച പ്രധാന ബഹുമതികൾ: 1983 ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡും 1982 പത്മശ്രീയും 1992 പത്മഭൂഷണും 2000 പത്മവിഭൂഷണും അദ്ദേഹത്തിന് ലഭിച്ചു. ഫ്രാൻസ് സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ലീജിയൻ ഡി ഹോണർ 2002 അദ്ദേഹത്തിന് ലഭിച്ചു.
ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളിയായ വ്യക്തിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തിയാണ് KN രാജ്. ഇന്ത്യയിലെ വൻകിട ജലസേചന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഉദാഹരണം ബക്ര നങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. 1952 കുടുംബാസൂത്രണം നിലവിൽ വന്നു. 1952 സാമൂഹിക വികസന പദ്ധതി, അതായത് ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനമായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് നിലവിൽ വന്നു. 1953 യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിലവിൽ വന്നു. 1956 യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആക്ട് പാസാക്കിയ വർഷം. 5 IITകൾ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി എന്നിവയാണവ. കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ 1955 നിലവിൽ വന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1 കൈവരിച്ച വളർച്ചാ നിരക്ക് 3.6%. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 1961 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. വ്യാവസായിക പദ്ധതി എന്നും അറിയപ്പെടുന്നു. മഹലനോബിസ് മാതൃക എന്നും അറിയപ്പെടുന്നു. വ്യവസായവൽക്കരണം, ഗതാഗത വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നു. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നിവ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണ അനുമതി ലഭിച്ച ഇരുമ്പുരുക്കു ശാലകളാണ് ദുർഗാപൂർ, ഭിലായി, റൂർക്കേല. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ ലഭിച്ച സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ഒന്നാമതായി ഇന്ത്യൻ കമ്പനി ആക്ട് നിലവിൽ വന്നു. 1956 ദേശീയ പാതാ നിയമം നിലവിൽ വന്നു. ഇന്ത്യയിൽ ആദ്യമായി TV സംരക്ഷണം 1959 ആരംഭിച്ചു. DRDO നിലവിൽ വന്നത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1958 സിന്ധു നദീജല കരാർ 1960 നിലവിൽ വന്നു. 1956 രണ്ടാം വ്യാവസായിക നയം നിലവിൽ വന്നു. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ നിലവിൽ വന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 4.5%. രണ്ടാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 4.3%. മൂന്നാം പഞ്ചവത്സര പദ്ധതി ജോൺസാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ പദ്ധതി എന്നറിയപ്പെടുന്നു. ഇന്ദിരാഗാന്ധി അധ്യക്ഷത വഹിച്ച പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്ക് ഊന്നൽ നൽകിയ പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. 1962 ഇന്ത്യ ചൈന യുദ്ധം, 1965 ഇന്ത്യ പാക് യുദ്ധം എന്നിവ കാരണം പിറകോട്ട് വലിക്കപ്പെട്ട ഒരു പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങൾ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. 1961 NCERT സ്ഥാപിതമായി. 1964 കോത്താരി കമ്മീഷൻ നിലവിൽ വന്നു. 1966 താഷ്കന്റ് കരാർ നിലവിൽ വന്നു. 1965 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായി. മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5.6%. കൈവരിച്ച വളർച്ചാ നിരക്ക് 2.8%. മൂന്നാം പഞ്ചവത്സര പദ്ധതി പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവരിച്ചില്ല. ഇന്ത്യ ചൈന യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, വരൾച്ച മാത്രമല്ല ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ നിലവിൽ വന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇവയെല്ലാം മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തിന് കാരണമായി. നാലാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 1974 വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകി. ഗാഡ്ഗിൽ മോഡൽ എന്നും പറയുന്നു. അലൻ എസ് മന്നെ ആൻഡ് അശോക രുദ്ര മോഡൽ എന്നും അറിയപ്പെടുന്ന പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതിയാണ്. 1966 മുതൽ 1969 വരെ 3 വർഷക്കാലം ഉണ്ടായിരുന്ന വാർഷിക പദ്ധതികൾ പ്ലാൻ ഹോളിഡേ എന്ന് അറിയപ്പെടുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു.
നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ: പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം. ധവള വിപ്ലവം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1970 ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിൽ ധവള വിപ്ലവം നടന്നു. നാലാം പഞ്ചവത്സര പദ്ധതി ഒരു പരാജയമായിരുന്നു. പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് 5.7% കൈവരിച്ച വളർച്ചാ നിരക്ക് 3.3%. 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും നാലാം പഞ്ചവത്സര പദ്ധതിയെ ഒരു പരാജയമാക്കാൻ കാരണമായി. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ടി ധറാണ്. മോഡൽ പദ്ധതി എന്നും അറിയപ്പെടുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം പര്യാപ്തത എന്നിവയായിരുന്നു മുഖ്യ ലക്ഷ്യം. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. 1974 മുതൽ 1979 വരെ കാലാവധി നിശ്ചയിച്ചിരുന്ന അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1978 അവസാനിപ്പിക്കേണ്ടതായി വന്നു. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന പ്രവർത്തനം: ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 പരിപാടികൾ 1975 ഗരീബി ഹട്ടാവോ എന്ന പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്തത് 1975 അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. സംയോജിത സംരക്ഷണ നിയമം നിലവിൽ വന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ജോലിക്ക് കൂലി എന്ന പദ്ധതി ആവിഷ്കരിച്ചത് അഞ്ചാം പഞ്ചവത്സര കാലത്താണ്. കാർഷികോൽപാദനം ലക്ഷ്യമാക്കിയ കമാൻഡ് ഏരിയ വികസന പദ്ധതി 1974 വരെ നടപ്പാക്കിയ കാലഘട്ടത്തിൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം നിലവിൽ വന്നു. മിനിമം നീഡ്സ് പ്രോഗ്രാം നിലവിൽ വന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ആര്യഭട്ട 1975 അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ ബാങ്ക് നിലവിൽ വന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടിയന്തരാവസ്ഥ, മറ്റു ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവ പിന്നീടുള്ള സുഗമമായ നടത്തിപ്പിന് തിരിച്ചടിയായി. 1978 മൊറാർജി ദേശായി ഗവൺമെന്റ് പദ്ധതി അവസാനിപ്പിച്ചു. അഞ്ചാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ച 4.4% പക്ഷേ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ചത് 4.8%. അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഒരു വിജയമായിരുന്നു. പക്ഷേ നിശ്ചയിച്ച 5 വർഷത്തിന് 1 വർഷം മുമ്പ് തന്നെ പദ്ധതി അവസാനിപ്പിക്കേണ്ടതായി വന്നു. റോളിംഗ് പ്ലാൻ. മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് 1978 മുതൽ 1980 വരെയുള്ള കാലഘട്ടങ്ങളിൽ റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചു. സാമൂഹ്യനീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതിനാണ് ഈ പദ്ധതി ഊന്നൽ നൽകിയത്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർദാലാണ്. ഗുണ്ണാർ മിർദാലിൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ഏഷ്യൻ ഡ്രാമ. ഹിന്ദു വളർച്ചാ നിരക്ക്. 1950 മുതൽ 1980 വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് 3.5% ഈ വളർച്ചാ നിരക്കിനെ സൂചിപ്പിക്കുന്ന പദമാണ് ഹിന്ദു വളർച്ചാ നിരക്ക്. ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് രാജ് കൃഷ്ണയാണ്. ആറാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 1985 വരെയാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം ഇവയെല്ലാമാണ് ആറാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ടുവെച്ച കാര്യങ്ങൾ. ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ: RLEGP, IRDP, NREP എന്നീ തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയുള്ള ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് എന്ന പദ്ധതി ആരംഭിച്ചു. 1982 നബാർഡ് നിലവിൽ വന്നു. 1980 ഇന്ത്യയിലെ 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നു. ആറാം പഞ്ചവത്സര പദ്ധതി ഒരു വിജയമായിരുന്നു. ആറാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.2%. ആറാം പഞ്ചവത്സര പദ്ധതി നേടിയെടുത്ത വളർച്ചാ നിരക്ക് 5.2%. ഏഴാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 1990 വരെയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ലക്ഷ്യം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപ്പാദനങ്ങളുടെ വർധനവ്, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹ്യനീതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകി.
ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച കാലഘട്ടമാണ് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. വാർത്താവിനിമയ രംഗത്ത് പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവാണ് സാം പിത്രോഡ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതിയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ: 1986 ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നു. 1986 ദേശീയ വിദ്യാഭ്യാസ നിയമം, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം, 1989 ജവഹർ റോസ്ഗർ യോജന, 1985 ഇന്ദിരാ ആവാസ് യോജന, 1988 മുതൽ 1989 വരെ മില്യൺ വെൽ സ്കീം, 1989 നെഹ്റു റോസ്ഗർ യോജന എന്നിവ നിലവിൽ വന്നു. 7ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5%. 7ാം പഞ്ചവത്സര പദ്ധതി നേടിയെടുത്ത വളർച്ചാ നിരക്ക് 6%. കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം 1990 മുതൽ 1992 വരെ വാർഷിക പദ്ധതി നടപ്പിലാക്കി. 8ാം പഞ്ചവത്സര പദ്ധതി 1992 മുതൽ 1997 വരെയാണ് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. മാനവിക വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നു. മാനവിക വികസനത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയായിരുന്നു. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങൾ: പ്രധാനമന്ത്രി റോസ്ഗർ യോജന. 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നു. 1993 പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. 1995 ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായി. 1993 മഹിളാ സമൃദ്ധി യോജന നിലവിൽ വന്നു. മിഡ് ഡേ മീൽ സ്കീം നിലവിൽ വന്നു. 1996 ഗാന്ധിയൻ സീരീസ് നോട്ടുകൾ നിലവിൽ വന്നു. 1992 നാഷണൽ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം നിലവിൽ വന്നു. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. 1996 ഓഗസ്റ്റ് 17 കേരളത്തിൽ ജനകീയ ആസൂത്രണം നിലവിൽ വന്നു. 8ാം പഞ്ചവത്സര പദ്ധതി ഒരു വിജയമായിരുന്നു. 8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5.6%. 8ാം പഞ്ചവത്സര പദ്ധതി നേടിയെടുത്ത വളർച്ചാ നിരക്ക് 6.8%. 9ാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെയാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി. പ്രധാന ലക്ഷ്യം ദരിദ്രർക്ക് ഭവന നിർമ്മാണം, കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ, ശുദ്ധജല വിതരണം ലഭ്യമാക്കൽ, പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ, പ്രൈമറി സാർവത്രികമാക്കൽ, ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കൽ. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നും 9ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നു. പ്രധാന പ്രവർത്തനങ്ങൾ: 1998 2ാം ആണവ പരീക്ഷണവും കുടുംബശ്രീ ആരംഭിച്ചതും പ്രധാന പ്രവർത്തനങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ തലത്തിൽ സ്ത്രീ ഘടന പദ്ധതി ആരംഭിച്ചു. 2001 സർവ ശിക്ഷാൻ അഭിയാൻ നിലവിൽ വന്നു. 2002 പോട്ട നിലവിൽ വന്നു. 1997 ബാലികാ സമൃദ്ധി യോജന നിലവിൽ വന്നു. 2000 അന്ത്യോദയ അന്ന യോജന, 2000 സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നിവ നിലവിൽ വന്നു. 9ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 6.5%. എന്നാൽ 9ാം പഞ്ചവത്സര പദ്ധതി നേടിയെടുത്ത വളർച്ചാ നിരക്ക് 5.4%. 9ാം പഞ്ചവത്സര പദ്ധതി ഒരു പരാജയമായിരുന്നു. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2002 മുതൽ 2007 വരെയാണ്. AB വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള കാലഘട്ടത്തിലെ പഞ്ചവത്സര പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. വിവരാവകാശ നിയമം, ആശാ പദ്ധതി തുടങ്ങി നിരവധി പദ്ധതികൾ 10ാം പഞ്ചവത്സര പദ്ധതി ആവിഷ്കരിച്ചു. 10ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 8%. പക്ഷേ നേടിയെടുത്ത വളർച്ചാ നിരക്ക് 7.6%.